സഞ്ജു സാംസൺ. സത്യം പറഞ്ഞാൽ തിരിച്ചറിവിൻ്റെ വർഷമായിരിക്കും സഞ്ജുവിന് ഈ വർഷം. ചില സമയത്ത് ലോയാലിറ്റി, പെർഫോമൻസ് കൊണ്ട് മാത്രം ഒന്നും നേടാൻ കഴിയില്ല എന്നത് സത്യമാണ്. രാജസ്ഥാനിൽ നിന്ന് സഞ്ജു പോകുമെന്ന് കഴിഞ്ഞ സീസണിൽ തന്നെ കണ്ട കാര്യമായിരുന്നു. സ്വന്തം ക്യാപ്റ്റനെ അത്രക്ക് മോശമായിട്ടാണ് രാഹുലും മാനേജ്മെന്റും കാണിച്ചത്. റിട്ടൻഷനിൽ ക്യാപ്റ്റന്റെ വാക്ക് വില നൽകാതെ മാനേജ്മെന്റ് കാണിച്ച തെണ്ടിത്തരത്തിന് വില നൽകേണ്ടി വന്നത് 3 കൊല്ലം കൊണ്ട് ബിൽഡ് ചെയ്ത ടീമിനെയായിരുന്നു. നോർത്ത് ഫാൻസിനെ സുഖിപ്പിക്കാൻ പരാഗിനെ ഫാൻസാക്കിയതും ഒരു തരം നാറിയ മാനേജ്മെന്റിന്റെ ഗുണം കൊണ്ടാണ്. ഇന്ത്യൻ ടീമിലാണെങ്കിൽ 3 സെഞ്ചുറി അടിച്ച് ഓപ്പണിംഗ് റെക്കോർഡ് അടിച്ചു നിൽക്കുമ്പോൾ നൂലിൽ കെട്ടിയ ഗില്ലിന് വേണ്ടി അത് മാറ്റിക്കൊണ്ടു നടക്കുന്നു. ഒരിക്കലും വലിയ കുളത്തിലെ ചെറിയ മീനാകാൻ സഞ്ജു ആഗ്രഹിച്ചിട്ടില്ല. തന്നെ താനാക്കിയ റോയൽസിനെ അത്രക്കും അയാൾക്ക് ഇഷ്ടമായിരുന്നു. അതുകൊണ്ടാണ് മുമ്പും വലിയ ടീമുകൾ ഓഫർ തന്നപ്പോൾ വേണ്ട എന്ന് വെച്ചത്. പക്ഷേ ഇപ്പോൾ സഞ്ജുവിന് ബോധ്യമുണ്ടാകും, വലിയ കുളത്തിൽ ചെറിയ മീനുകൾക്കൊരു തണലായി അവിടെയൊരു വലിയ മീനുമുണ്ടാകുമെന്ന്, തന്നെ സംശയിക്കുന്ന ഒരു വലിയ കൂട്ടമുണ്ടാകുമെന്ന്. പതിയെ പതിയെ ആ വലിയ മീൻ കളമൊഴുകുമ്പോൾ താൻ അവിടം ഭരിക്കുമെന്നും. മുംബൈ, ചെന്നൈ എന്ന IPL ടീമുകൾ ഇന്ത്യൻ ടീം സെലക്ഷനിലും പ്രത്യക്ഷമല്ലാത്ത എന്നാൽ പരോക്ഷമായ സ്വാധീനം ചെലുത്താറുണ്ട്. രാജസ്ഥാനിൽ ഇല്ലാതെ പോയതും അത് തന്നെയാണ്. ഇനി സഞ്ജുവിന്റെ ഏറ്റവും മികച്ച ഫാൻ ബേസ് വേറെ ലെവൽ തരത്തിലേക്ക്. സമയം മാറട്ടെ. ചേപ്പു ഗ്രൗണ്ടൊന്നും സൗത്ത് ആഫ്രിക്കയിൽ സെഞ്ചുറി അടിച്ച ചെക്കിന് വിഷയമില്ല. ചെന്നൈ ടീമിലൂടെ ആർക്കും തകർക്കാനാവാത്ത ഒരു സ്ഥാനം ഇന്ത്യൻ ടീമിലും ഉണ്ടാവട്ടെ.